ഈ ഒരു 5 ഹാബിറ്റ്സ് എൻ്റെ ലൈഫ് ഒത്തിരി ട്രാൻസ്ഫോം ചെയ്ത കാര്യങ്ങളാണ്. ഹായ്, ഗുഡ് മോർണിംഗ്, വെൽക്കം ബാക്ക് ടു മോർണിംഗ് കോഫി വിത്ത് ഡോക്ടർ അനീറ്റ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് എൻ്റെ ലൈഫിൽ ശരിക്കും ട്രാൻസ്ഫോർമേഷൻ കൊണ്ടുവന്ന ഒരു 5 ഹാബിറ്റ്സാണ്. ദ ഫസ്റ്റ് തിങ് എന്ന് പറയുന്നത്, ഞാൻ എല്ലാ വീഡിയോസിലും പറയുന്നത് പോലെ മേക്ക് എ ടു ഡു ലിസ്റ്റ്. രാവിലെ എഴുന്നേറ്റ് എല്ലാ ദിവസവും ഒരു ടു ഡു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് ആ ഒരു ഫുൾ ഡേ നിങ്ങളെ അത്രയധികം മോട്ടിവേറ്റഡായിട്ട്, അതിലും ഉപരി ഡിസിപ്ലിൻഡായിട്ട് വെക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ്. നിങ്ങളൊരു 10 ദിവസം ഒന്ന് ട്രൈ നോക്കി നോക്കൂ. അത്രയ്ക്കും വലിയ റിസൾട്ട്സ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. ആൻഡ് ദ സെക്കൻഡ് തിങ് എന്ന് പറയുന്നത്, എല്ലാ ദിവസവും ഞാൻ എൻ്റെ ലൈഫിൽ അച്ചീവ് ചെയ്യേണ്ട ഗോളുകളെക്കുറിച്ച് ചിന്തിക്കുന്നു എന്നുള്ളതാണ്. എന്നും ചിന്തിക്കും. ചിലപ്പോൾ തലേന്ന് ചിന്തിക്കുന്ന സെയിം കാര്യം തന്നെയായിരിക്കും എനിക്ക് പിറ്റേന്ന് ചിന്തിക്കാനുണ്ടാവുക. പക്ഷേ ഞാനത് ചിന്തിച്ചു കൊണ്ടേയിരിക്കും. ഡെയിലി, എല്ലാ ദിവസവും ഒരു പേനയും ഒരു പുസ്തകവും എടുത്തിട്ട് എന്നും എഴുതുമെന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഇങ്ങനെ നമ്മൾ കോപ്പി പേസ്റ്റ് ചെയ്ത് എഴുതുക എന്നുള്ളതല്ല. എൻ്റെ ഗോൾസ് എന്തൊക്കെയാണ് എൻ്റെ ലൈഫിൽ എന്നുള്ളത് ഒന്ന് എഴുതിയിട്ട് അതിനെങ്ങനെ അനലൈസ് ചെയ്തുകൊണ്ടേയിരിക്കും. ചിലത് ലോങ് ടേം വിഷൻ ആയിരിക്കും, ബട്ട് എന്നാലും ഓക്കെ, ഇങ്ങനെ ചെയ്യണോ അങ്ങനെ ചെയ്യണോ എന്ന് ചിന്തിക്കും. ആ ചിന്തിക്കുന്നത് എൻ്റെ ഗോളുകളിലേക്ക് എത്താൻ വേണ്ടി ഓരോ ദിവസവും എന്നെ സഹായിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ആൻഡ് ദ തേർഡ് തിങ് എന്ന് പറയുന്നത്, മോർണിംഗ് വാക്ക്. ഐ റിപ്പീറ്റ്, മോർണിംഗ് വാക്ക്. ഞാൻ പറയുന്നത് നിങ്ങളുടെ വീടിൻ്റെ ഒത്തിരി ദൂരത്തേക്ക് 1-2 മണിക്കൂറുകളിൽ നിങ്ങൾ ഓടണം അല്ലെങ്കിൽ നടക്കണം എന്നല്ല. ജസ്റ്റ് ഗ്രാബ് ദ സൺലൈറ്റ്. നിങ്ങളിത് ചെയ്തിട്ട് ഇതിൻ്റെ ഡിഫറൻസ് നിങ്ങളൊന്ന് പറയൂ. അത്രയ്ക്കും വലിയൊരു മാറ്റം കാണാൻ പറ്റും. നമ്മൾ രാവിലെ എഴുന്നേറ്റ് ചടപടേന്ന് പറഞ്ഞിട്ട് പണിയൊക്കെ തീർത്ത് നമ്മൾ ജോലിക്ക് ഓടാൻ നിൽക്കുന്നതിന് മുന്നേ ഒന്നും വേണ്ട, ജസ്റ്റ് 5 മിനിറ്റ്സ് നിങ്ങൾ എഴുന്നേൽക്കുന്ന പാടെയുള്ള ആ ഒരു സൺലൈറ്റ്. നിങ്ങൾ 8 മണിക്ക് എണീറ്റാലും സൺലൈറ്റ് ഇസ് ദ മസ്റ്റ്. അത് നിങ്ങൾക്ക് ഒത്തിരി കാര്യങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യുന്ന കാര്യമാണ് കേട്ടോ. ഇപ്പോൾ ഈ ഡോപ്പാമിൻ പോലുള്ള ഹോർമോൺസ് റിലീസ് ചെയ്യാനും, അതോടൊപ്പം നിങ്ങളുടെ വൈറ്റമിൻ ഡി 5 മിനിറ്റ് വെയിൽ കൊണ്ടാൽ വൈറ്റമിൻ ഡി കൂടും എന്ന് ഞാൻ പറയുന്നില്ല. ബട്ട് കുറച്ച് നേരം ഒന്ന് നിങ്ങളുടെ വീടിൻ്റെ മുറ്റത്ത് കൂടെ നടക്കുക. ഇപ്പം നിങ്ങൾ ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്ന ആളുകളാണെങ്കിൽ ജസ്റ്റ് ആ ബാൽക്കണിയിൽ ഒന്ന് പോയി നിന്നിട്ട്, ഞാൻ ഉദ്ദേശിക്കുന്നത് നേച്ചറായിട്ടുള്ള ആ ഒരു കണക്ഷൻ, അത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ പറയുന്നത് എല്ലാ ദിവസവും 5 മിനിറ്റെങ്കിൽ മോർണിംഗ് സൺലൈറ്റ് നിങ്ങളുടെ ബോഡിയിൽ തട്ടുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾ ഉറപ്പുവരുത്തുക. ആൻഡ് ദ ഫോർത്ത് തിങ് എന്ന് പറയുന്നത്, മൂവ് യുവർ ബോഡി ഡെയിലി. എന്നും നിങ്ങളുടെ ബോഡി മൂവ് ചെയ്യിക്കുക. നടക്കണം, ഓടണം, ജിമ്മിൽ പോകണം, ഡാൻസ് ചെയ്യണം, ഇങ്ങനെ പെർട്ടിക്കുലർലി ഞാനൊരു കാര്യം പറയുന്നില്ല. നിങ്ങൾക്ക് പറ്റുന്നത്, ഈവൻ ഇറ്റ്സ് എ ബാഡ് ഡേ ഫോർ യു, ഒരു പാട്ട് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് ബോഡി ഒന്ന് മൂവ് ചെയ്യിക്കുന്നത് തന്നെ ഇറ്റ് മേക്ക് എ ഡിഫറൻസ്. ആൻഡ് ദ ഫിഫ്ത്ത് തിങ് എന്ന് പറയുന്നത്, നിങ്ങൾ ഡെയിലി വായിക്കാൻ ശ്രമിക്കുക. എന്തെങ്കിലും വായിക്കാൻ ശ്രമിക്കുക. ഇത് കാണുന്ന പാരൻസിനോടാണ്. നിങ്ങളുടെ മക്കളോട് വായിക്കൂ എന്ന് പറയുന്നതിനേക്കാളും നല്ലത്. അവരെങ്ങനെയാണ് ഫോൺ ഉപയോഗിക്കാൻ പഠിച്ചത്? നമ്മുടെ കയ്യിൽ ഇരിക്കുന്നത് കണ്ടിട്ടല്ലേ അവർ പഠിച്ചത്. അതുപോലെ നമ്മുടെ കയ്യിൽ ഒരു പുസ്തകം ഇരിക്കുമ്പം അവരും അത് വായിക്കും. അവരുടെ ലൈഫിലും അവർ പതിയെ റീഡിങ് ഹാബിറ്റ്സ് ഫോം ചെയ്ത് കൊണ്ടുവരും. സോ ഈ ഒരു 5 കാര്യങ്ങൾ നിങ്ങൾ ഒന്ന് ലൈഫിൽ അപ്ലൈ ചെയ്ത് നോക്കൂ. ഒത്തിരി പേര് ചെയ്യുന്നുണ്ടാവും, ചെയ്യാത്തവർ ചെയ്യൂ. അതോടൊപ്പം ഒരു കാര്യം കൂടി ഞാൻ പറയുകയാണ്, നിങ്ങളുടെ ലൈഫിൽ മാറ്റം കൊണ്ടുവന്ന ഒരു കാര്യം, അത് ഈ വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യൂ. അത് ഒത്തിരി പേർക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും, ഇൻക്ലൂഡിങ് മീ. ജസ്റ്റ് ഇത് കാണുന്ന ഒരു 50 പേര് മതി. ആ 50 പേര് നിങ്ങളുടെ ലൈഫിൽ മാറ്റം കൊണ്ടുവന്ന ആ ഒരു കാര്യം ഒന്ന് കമൻറ്റ് ചെയ്യൂ. നമുക്ക് നോക്കാം, നമുക്കൊന്നിച്ച് വളരാം. നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും താങ്ക് യു, ബൈ.